ഇരു കൈകളും കൊട്ടി വലിയ ആവേശത്തോടെ പാട്ടുപാടി നിരവധി കുഞ്ഞുങ്ങൾ അവരെ ദേവാലയത്തിലേക്ക് വീണ്ടും സ്വീകരിച്ചപ്പോൾ അത് കണ്ടുനിന്ന എല്ലാവർക്കും ഒരാനന്ദ കാഴ്ചയായി മാറി. കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കത്തെ ചുണ്ടത്തുംപൊയിൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ AKCCയുടെ പോഷക സംഘടനയായ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലൊരുക്കിയ സ്നേഹസ്വാന്തനം എന്ന പരിപാടി വഴിയാണ് കിടപ്പ് രോഗികളായ ഇടവകക്കാർക്ക് വീണ്ടും ദേവാലയത്തിൽ വരാനും എല്ലാവരുമൊത്ത് ഒരു ദിവ്യബലി അർപ്പിക്കുവാനും അവസരമൊരുങ്ങിയത്. ഇടവകയിൽ എങ്ങനെ ഇത്തരത്തിൽ ഒരാശയം ഉരുത്തിരിഞ്ഞു എന്നതിനെക്കുറിച്ച് ഇടവക വികാരി ജോസഫ് ചിറത്തലയ്ക്കലിൻ്റെ വാക്കുകൾ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, താമരശ്ശേരി രൂപതയിൽ ചുണ്ടത്തുംപൊയിൽ സെന്റ് ജോർജ് ഇടവക ഇന്ന് വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു സമയവും ദിവസത്തിലൂടെയാണ് കടന്നു പോവുക. എൻ്റെ പേര് ജോസഫ് ലിവിൻ. ഞാൻ 3 വർഷമായിട്ട് ഇടവകയിൽ സേവനം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ഇടവകയിലെ AKCC സംഘടനയും അതിൻ്റെ പോഷക സംഘടനയായ സെന്റ് ജോർജ് സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് ഇന്ന് സ്നേഹസാന്ത്വനം 2K25 വളരെ ഭംഗിയായിട്ട് നടത്താൻ ആലോചിക്കുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടവകയിലെ നിത്യേന വിശുദ്ധ കുർബാന നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ സാധിക്കാത്ത മാതാപിതാക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഒരു ദിവസത്തെ വിശുദ്ധ കുർബാനയും കുറഞ്ഞ സമയം അവരോടൊപ്പം സന്തോഷത്തോടെ ചെലവഴിക്കുകയും ചെയ്യുന്ന സമയവും സാഹചര്യമാണ് ഈ ഒരു സ്നേഹസാന്ത്വനം 2K25 എന്നുള്ള പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുക സെന്റ് ജോർജ് സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളാണ്. വലിയ സന്തോഷത്തോടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ താല്പര്യത്തോടെ നേതൃത്വം കൊടുക്കുന്ന സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളെ നന്ദിയോടെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യട്ടെ. കൂടെ ഇന്നേ ദിവസം വിശ്വാസ പരിശീലനത്തിൻ്റെ തുടർ പ്രോഗ്രാമായ വിശ്വാസോത്സവത്തിൻ്റെ സമാപന ദിവസം കൂടിയാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ മാതാപിതാക്കളെ ഏതുവിധം കരുതണം, സ്നേഹിക്കണം എന്ന് വളരെ കൃത്യതയോടെ മനസ്സിലാക്കാൻ ഈ ഒരു അവസരം ഇവിടുത്തെ വേദപാഠ കുഞ്ഞുങ്ങൾ ഉപകരിക്കുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ്. അവരുടെയും കൂടെ സാന്നിധ്യത്തിലും അവരുടെയും കൂടെ നേതൃത്വത്തിലും അവരുടെയും കൂടെ സഹായത്തോടെയാണ് ഈ ദിവസത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. വലിയ സന്തോഷത്തോടെ മാതാപിതാക്കളെ കൊണ്ടുവരാൻ, അവരെ ദേവാലയത്തിലേക്ക് സ്വീകരിക്കാൻ, അവരോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കാൻ വേദപാഠം പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും ഇടവകയിലെ മുഴുവൻ ദൈവജനം ഉണ്ട് എന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ സമയവും കാര്യമാണ്. നമ്മുടെ ഇടവകയിലെ 18 പേരിലേക്ക് അല്ലെ 18 മാതാപിതാക്കളെ നേരിൽ കണ്ട് ഈ വിവരം പറഞ്ഞ് ക്ഷണിക്കാനായിട്ട് ചെന്നപ്പോൾ എത്രയോ സന്തോഷത്തോടെയാണ് അവരത് ഏറ്റെടുത്തതും സ്വീകരിച്ചതും. വലിയ താല്പര്യത്തോടെ ഈ ഒരു ദിവസവും ഈ ഒരു മണിക്കൂറും കാത്ത് ഒരുക്കത്തോടെയും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന 18 മാതാപിതാക്കളുടെ മുഖം എൻ്റെ മനസ്സിൽ കൂടെ ഉണ്ട്. അവർ വലിയ സന്തോഷത്തോടെ ഈ ഒരു ദിവസവും ഒരു വിശുദ്ധ കുർബാന സ്വന്തം ഇടവകയിൽ ചെന്ന് കൂടാം, അർപ്പിക്കാം എന്നുള്ള വലിയ ആശ്വാസത്തോടെ അവരെന്ന് ദേവാലയത്തിലേക്ക് വരികയാണ്. അവരെ സ്വീകരിക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അനുബന്ധ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ ഇതിന് പിന്നിലെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയും തമ്പുരാന് നന്ദി പറയുകയും ചെയ്യാം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലേക്ക് സ്വന്തം ഇടവകയിൽ വരിക, ഒരു വിശുദ്ധ ബലി അർപ്പിക്കുക എന്നുള്ളത് എത്രയോ ആനന്ദം നൽകുന്നതാണെന്ന് അവരെ നേരിൽ കണ്ട് അവരെ ക്ഷണിക്കാനായിട്ട് ചെന്ന സന്ദർഭത്തിൽ കൃത്യതയോടെ മനസ്സിലായതാണ്. എത്രയോ ആഗ്രഹത്തോടെ ആ ജീവിതങ്ങൾ ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സ്വന്തം ഇടവപ്പള്ളിയിൽ വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വാക്കിലൂടെ പറഞ്ഞവരുണ്ട്. അതിനുശേഷം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നന്ദി സന്തോഷത്തോടെ പറഞ്ഞ് വാക്കിലൂടെ യാത്രയാക്കിയ മാതാപിതാക്കളുണ്ട്. സന്തോഷത്തോടെ ആ ജീവിതങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാണ്. ഇത്തരം ആശയത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുക ഇടവകയിലെ സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ തന്നെയാണ്. ഒരു ദിവസം അവരെ കൊണ്ടുവരണമെന്നും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മയും നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ ഒരു കാലത്ത് നമ്മുടെ മുൻപേ കടന്നുപോയവർ അവരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് അവരുടെ ചർച്ചകളിൽ സംസാരങ്ങളിൽ വന്നതാണ് ഈ ഒരു ആശയത്തിലേക്ക് ഉരുത്തിരിയാനായിട്ട് ഇടവന്നത്. അപ്പോൾ ആ വിധം ഇന്നേ ദിവസം വളരെ ഭംഗിയാക്കാൻ എല്ലാ തരത്തിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയും ഇതിൻ്റെ മാതാപിതാക്കളെ ഒരുക്കി ഇവിടെ കൊണ്ടുവരാൻ സഹായിക്കുന്ന കുടുംബാംഗങ്ങളെയും ഇതിന് വേണ്ട മെഡിക്കൽ ടീം അംഗങ്ങളുടെ സഹായം നമുക്ക് ലഭിക്കുക മുക്കം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്നാണ്. അവരോട് സഹായം ചോദിച്ചപ്പം അവരും വലിയ സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. അവരും ആ കാര്യങ്ങൾ സഹായിക്കാൻ റെഡിയാണ് താനും. അപ്പോൾ ആ വിധം ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദേവാലയത്തിലെ കൈക്കാരൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സെന്റ് ജോർജ് സൗഹൃദ കൂട്ടായ്മ പ്രവർത്തകരുണ്ട്, മറ്റ് മതാധ്യാപകർ, വിശ്വാസ പരിശീലനത്തിലുള്ള കുട്ടികളുണ്ട്. മറ്റ് ഇടവകയിലെ ഓരോരുത്തരെയും സന്തോഷത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ഇതൊരു നല്ല മാതൃകയും നല്ലൊരു തുടക്കവും ആകട്ടെ. വർഷത്തിലൊരിക്കലെങ്കിലും ഇത്തരം മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ, ഒരു വിശുദ്ധ കുർബാന അവർക്ക് അർപ്പിക്കാൻ അവസരം കൊടുക്കാൻ, അവരോട് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്ന നല്ല കൂട്ടായ്മയുടെ ഒരു തലവും പ്രായമായ മാതാപിതാക്കളെ കരുതണം, സ്നേഹിക്കണമെന്ന പ്രകടമായ പ്രവർത്തനവും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ ഒരു നല്ല മാതൃകയായിട്ട് മുൻപോട്ട് വളർത്താനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു. സ്നേഹസ്വാന്തനം എന്ന ഈ പരിപാടിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൽ ഇടവകക്കാരുടെ കൂട്ടായ പ്രവർത്തനമുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിന്റെ പിന്നിലെ അധ്വാനത്തിന്റെ കഥയായിരുന്നു സൗഹൃദ കൂട്ടായ്മയുടെ ഭാരവാഹികൾക്ക് പറയാനുള്ളത്.
എൻ്റെ പേര് സന്തോഷ് ജോസഫ്. ഞാൻ സൗഹൃദ കൂട്ടായ്മയുടെ ചുണ്ടത്തുംപൊയിൽ യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഈ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ആശയം ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ AKCCയുടെ മുൻ ഭാരവാഹികളൊക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളൊരു ടൂർ പോയി. ആ സമയത്താണ് യാത്രയിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. കാരണം AKCC ആകുമ്പോൾ പല കാര്യത്തിനും പരിമിതികളുണ്ട്, പല കാര്യത്തിനും. അപ്പോൾ അതല്ലാതെ ഒരു പോഷക സംഘടന വേണമെന്ന് ഞങ്ങൾക്കൊരു ആശയം തോന്നി. അങ്ങനെ ഞങ്ങൾ ആ ആശയത്തിൽ തിരിച്ചു വന്നപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ വിളിച്ചു കൂട്ടി. ആ വിളിച്ചു കൂട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്ന് വെച്ചാൽ 63 മെമ്പർമാരെ കിട്ടി. ഇടവിൽ മൊത്തം പറഞ്ഞു, പക്ഷേ 63 വരെ മെമ്പർമാരെ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ആ പ്രോഗ്രാം അങ്ങനെ തുടർന്ന് പോകുമ്പം ഞാൻ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ AKCCയുടെ രൂപത ഡയറക്ടർ അച്ഛനായ തുമ്മലിലച്ഛനാണ് ഈ പ്രോഗ്രാം ഫസ്റ്റ് ഇവിടെ ചുണ്ടത്തുംപൊയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. അന്ന് ഏകദേശം ഒരു 63 പേരും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് നല്ലൊരാളുണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്ന് കൂടി. അതിനുശേഷം ഞങ്ങളുടെ ആശയങ്ങളെക്കുറിച്ച് പറയാം. ആശയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, പാവങ്ങൾ, വയസ്സും പ്രായമായ ആൾക്കാർ. അവർക്ക് ഒറ്റയ്ക്കൊരു യാത്ര പോകാനോ അങ്ങനെ ആഗ്രഹം ഉണ്ടാകാം, ഒറ്റയ്ക്കൊന്ന് പള്ളി വരാനോ മറ്റുള്ള ഒരു കാര്യം സാധിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ സഹായിക്കാൻ നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളെ ഒരിക്കലും സഹായിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് പല കണ്ണുകളുകൊണ്ടാണ് ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ സംഘടനയുടെ മുഖാന്തരമാകുമ്പം നമുക്ക് പല ഇതും ചെയ്യാൻ കഴിയും. ഈ കഴിഞ്ഞ 45 ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്ന സമയത്ത് 23ഓളം വ്യക്തികളുണ്ടായിരുന്നു. അതിലൊന്ന് 23 വ്യക്തികളിലെ ഇപ്പം 40 ദിവസത്തിനുള്ളിൽ, 40 ദിവസമല്ല 23 ദിവസം, 26 ദിവസത്തിനുള്ളിൽ 4 പേര് മരിച്ചു. ഒന്ന് എൻ്റെ അമ്മയാണ് ആദ്യം മരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ 23 ദിവസം കൊണ്ട് ഏകദേശം 4 പേര് മരിച്ചു കഴിഞ്ഞു. ബാക്കി ഇന്ന് 19-20 പേരാണ് ഇവിടെ വരുന്നത്. അവരുടെ വീടുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇടവിലെ കുഞ്ഞു മക്കളും കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് കുടുംബത്തിൽ അറിയാൻ കഴിയാത്തൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പിതാക്കന്മാരോ വില്ലപ്പനും വില്ലമ്മയൊന്നും ഇല്ലാത്ത വീടുകളിലെ മക്കൾക്ക് അവരെക്കുറിച്ച് പറയാനോ ആ വീട്ടിലുണ്ടാകുന്ന വിഷമങ്ങളോ പ്രശ്നങ്ങളോ കുറിച്ചോ ഒന്നും അറിയാൻ പറ്റില്ല. അതുപോലെ വില്ലപ്പന്മാർക്ക് അവരുടെ വീട്ടിലങ്ങ് ഒതുങ്ങിക്കൂടുന്ന കട്ടിലിൽ മാത്രമായി തീരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ജീവിതം അവിടെ കൊണ്ട് തീരുവാണ്. അവർക്ക് ജസ്റ്റ് ഒന്ന് പള്ളി വരണം, അല്ലെങ്കിൽ എൻ്റെ പഴയ സുഹൃത്തിനെ കാണണം, ഞാൻ ജനിച്ചു വളർന്ന നാടൊന്ന് കാണണം, അങ്ങനത്തെ ഒരു ആഗ്രഹം അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ആശയം തോന്നി, ഇവരെല്ലാം ഒരുമിച്ച്, കാരണം ഈ 23 പേർക്കും ഒരുമിച്ച് കാണാനോ ഒന്നിച്ച് നിൽക്കാനോ ഒരു അവസരമില്ല. അപ്പം ഞങ്ങളൊന്ന് വിചാരിച്ചു, നമ്മുടെ പള്ളിയിൽ ഒരു ദിവ്യാരണ്യത്തിന് കുർബാനയിൽ ഇവരെല്ലാം കൂടെ സംഘടിപ്പിക്കാം, അങ്ങനെ എല്ലാവരും ഒന്നിക്കാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് പരസ്പരം കാണാം. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇതൊരു പ്രചോദനമാകും. അവരുടെ മക്കളെ ഇപ്പോൾ തന്നെ അറിയാം, നമ്മുടെ കാരണന്മാരെ ഒന്നും നോക്കാൻ ആൾക്കാരില്ലാതെ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ മക്കൾക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടവകാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒന്നിക്കൂടുതൽ പ്രാവശ്യം ഈ രോഗികളെയും കിടപ്പായിരിക്കുന്ന അല്ലാത്തവരെയൊക്കെ കാണാൻ പോയി. അത് നല്ലൊരു ഇടവകാരി അച്ഛൻ്റെ ആ കാര്യത്തെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇടവകയിൽ ഇതുപോലെ നടന്നുണ്ടായില്ല. ഈ മക്കളെ കൊണ്ട് നടന്നു പോവുകയാണ്. ഈ ഇടവക എന്ന് പറഞ്ഞാൽ വലിയ മലമുകളിൽ വരെയുള്ള ഇടവകയാണ് കരിമ്പ്. അവിടെ വരെ ഈ മക്കളെയും കൊണ്ടുപോയി പുഴയിലും ഒക്കെ കടന്ന് എല്ലാം കൊണ്ടുപോയി ഈ രോഗികളിൽ എല്ലാം അടുത്ത് കൊണ്ടുപോയി ഈ മക്കൾ ഈ രോഗികളോട് കുശലം അന്വേഷിക്കുകയും തിരിച്ചു. അതേപോലെ അപ്പോൾ ഈ ഇടവകയിലും എത്ര രോഗികളുണ്ട്, എന്തെല്ലാം പ്രശ്നമുണ്ടെന്ന് ഇവിടെ എല്ലാ മക്കൾക്കും അറിയാം. അങ്ങനെ പ്രത്യേകമുണ്ട്. ഒരു മരണം നടന്നാലും ഇന്ന വീട്ടിലെ ചേർത്തി എന്ന് പറയുമ്പോൾ അവർക്കറിയാം. നേരത്തെ അങ്ങനെയല്ല, നമ്മുടെ ഒരു മരണം നടന്നാൽ ഏതോ ചേട്ടൻ മരിച്ചു, എങ്ങനെയോ മരിച്ചു, അവർക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അതല്ല, ഈ ഇടവകയിലെ എല്ലാ മക്കൾക്കും എത്ര രോഗികളുണ്ട്, ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോ രോഗിയുടെ പേരും വീട്ടുപേരും താമസിക്കുന്ന എന്ത് രോഗമുണ്ടെന്ന് വരെ ഇവിടുത്തെ ഇടവകയിലെ മുഴുവൻ കുട്ടികൾക്ക് അറിയാം. അത് ഒന്നാമത്തെ തന്നെ ഇടവക വികാരിയുടെ പർവ്വനാണ്, പുള്ളിയാണ് അതിനെല്ലാം നേതൃത്വം ചെയ്യുന്നത്. എൻ്റെ പേര് ജോയി മഠത്തിൽ. ഞാനിവിടെ ചുണ്ടത്തുംപൊയിൽ ഇടവകക്കാരൻ തന്നെയാണ്. ഞങ്ങളുടെ 1.5 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ ഈ സൗഹൃദ കൂട്ടായ്മ എന്ന AKCCയുടെ പോഷക സംഘടനയായിട്ടാണ് ഞങ്ങളത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയാണിപ്പം ഞാൻ. അപ്പോൾ ഞങ്ങൾ 1.5 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് ഈ നമ്മുടെ ഇടവകയിലുള്ളതും പുറത്തുള്ളവർക്കും നമ്മൾ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഞങ്ങൾ ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ 63ഓളം മെമ്പർമാരുണ്ട് ഞങ്ങൾക്കിവിടെ ഈ സൗഹൃദ കൂട്ടായ്മയിൽ. അപ്പോൾ എല്ലാവരും നല്ല സഹകരണമുണ്ട് നമ്മളോട്. എല്ലാ തരത്തിലും എന്തൊരു ആവശ്യം വന്നാലും ഒറ്റക്കെട്ടായി നിൽക്കും. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇടവകയിലുള്ള വീടുകളിൽ കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുപ്പിക്കാൻ ഇടന്ന് ഞങ്ങൾക്കൊരാഗ്രഹം.
അങ്ങനെയാണ് വികാരിച്ചനോട് അവിടെ ആലോചിച്ചിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ഇന്നിവിടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും എല്ലാവരും എല്ലാ തരത്തിലും ഞങ്ങളോട് ഒത്തിരി നല്ല രീതിയിലാണ് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വികാരിച്ചൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ തരത്തിലും ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും തന്നെ. ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികളുടെ വിശ്വാസോത്സവത്തിന്റെ സമാപന ദിനം തന്നെ ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തിയതിലുള്ള സന്തോഷം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുവച്ചു. എൻ്റെ പേര് ജേക്കബ് മാത്യു. ഈ ഇടവകയിലെ 10ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുന്നു. 2024-25 വർഷത്തിലെ വിശ്വാസോത്സവത്തിൻ്റെ സമാപന ദിവസമാണെന്ന്. ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൻ്റെ തീം എന്ന് പറയുക കുടുംബമെന്നാണ്. നമ്മുടെ ബൈബിളിൽ കാണുന്ന കുടുംബങ്ങളിൽ തുടങ്ങി സ്വർഗീയ കുടുംബമായ തിരുക്കുടുംബത്തിലെത്തി. അതാണ് ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മുടെ ഇടവകയിൽ സെൻറ്റ് ജോർജ് ചർച്ച് ചുണ്ടത്തുംപോയിൽ സൗഹൃദ കൂട്ടായ്മയുടെ കീഴിൽ ഈ വർഷം സ്നേഹ സ്വാതന്ത്ര്യം എന്ന പ്രോഗ്രാമിലൂടെ വീടുകളിൽ പ്രായമായവരെ കൊണ്ടുവരിക, ഇടവകയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിസംബർ 21 ഈ മാതാപിതാക്കളെ കാണുവാൻ വേണ്ടി ഞങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് പോവുകയുണ്ടായി. അവിടെ ഇവരെ കണ്ടപ്പോൾ അച്ഛനിൽ, ഞങ്ങളുടെ ഇടവക വികാരിയിലുണ്ടായ ഒരു തോന്നലാണ് ഇവർ എന്തുകൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്നുകൂടാ എന്നത്. അപ്പോഴാണ് സൗഹൃദ കൂട്ടായ്മയെ സമീപിക്കുകയും ഈ സൗഹൃദ കൂട്ടായ്മ കുട്ടികൾക്ക് ഒരു പുതിയ ഉണർവ് നൽകും, അല്ലെങ്കിൽ പുതിയൊരു അനുഭവമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ഇടവകയിലേക്ക് കൊണ്ടുവരുവാനും പല സാഹചര്യങ്ങളും പല അവസരങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുവാനും മാതാപിതാക്കളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ പള്ളികളിൽ കൊണ്ടുവന്ന് പള്ളിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനൊക്കെ സാധിക്കുന്ന അവസരമാണിത്. കുട്ടികളിൽ എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ കുട്ടികളിൽ ഈ മാതാപിതാക്കളോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും പ്രായമാവുമ്പോൾ അവരും ഈ സ്റ്റേജിൽ എത്തുന്നു എന്നുള്ള ചിന്തയും അതുപോലെ തന്നെ പ്രായമാരുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥയും എല്ലാം മനസ്സിലാക്കുവാനും അവർക്കും ഈ മാതാപിതാക്കളോടുള്ള സ്നേഹം കൂടുവാനും സാധിക്കും. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ ആൻസ്ലി 10ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്നു. ഞങ്ങളുടെ 4 ദിവസത്തെ വിശ്വാസോത്സവത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൻ്റെ പ്രമേയം എന്നത് കുടുംബമാണ്. സെൻറ്റ് ജോർജ് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്ന സ്നേഹസ്വാതന്ത്ര്യം എന്ന പരിപാടിയിലൂടെ പ്രായമായി കഴിയുന്ന മാതാപിതാക്കളുടെ കൂടെ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുവാനും അവരോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കുവാനും അവരെ കൂടുതൽ അറിയുവാനുമായി ഇത് നല്ലൊരു അവസരമായി ഞാനിതിനെ കാണുന്നു. എൻ്റെ പേര് ഐവിൻ ക്രിസ്റ്റോസുനിൽ. ഞങ്ങളുടെ ഇടവകയായ സെൻറ്റ് ജോർജ് ചർച്ച് ചുണ്ടത്തുംപോലിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്നു വരുന്ന വിശ്വാസോത്സവത്തിൻ്റെ പ്രമേയം കുടുംബമാണ്. അപ്പോൾ ഈ വിശ്വാസോത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് എങ്ങനെ കളറാക്കാം എന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ അതിൽ നിന്ന് ഉരുതിരിഞ്ഞ് വന്നതാണ് AKCCയുടെ പോഷക സംഘടനയായ സൗഹൃദ കൂട്ടായ്മ നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്കുള്ള ഞങ്ങളുടെ പ്രയത്നം. ഒരു വർഷത്തെ വിശ്വാസ പരിശീലനത്തിൽ നിന്നും ഞങ്ങൾ പലതവണ ഈ മാതാപിതാക്കളെ കാണാൻ പോകുകയും അവരുമായി ഉല്ലാസ സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും അവരുമായി പാട്ടുകൾ പാടുകയും അവരോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അവരോടൊത്ത് ചെലവഴിക്കുവാനും അവരുമായി ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവരുടെ വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കുവാനുമാണ് ഈ പ്രവർത്തനത്തിലൂടെ ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ശ്രമിച്ചത്. ഈ ഒരു നല്ല സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായും ഓർമ്മയായും നിലനിൽക്കും എന്നും പറയുന്നു. ഒരു നാൾ എല്ലാ ദിനവും ദിവ്യബലി അർപ്പിച്ച് ദേവാലയവുമായി ചേർന്ന് നിന്ന ഒരുപാട് പേർ ഇന്ന് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും രോഗപീഠകളാലും കിടപ്പിലാണ്. വീണ്ടും ദേവാലയത്തിലെത്തിച്ച വിശുദ്ധ കുമ്പസാരം നൽകി ദിവ്യബലി അർപ്പിക്കുവാൻ ഇടവക അവസരമൊരുക്കിയപ്പോൾ അതവർക്ക് ഒരാത്മീയ ഊർജമായി മാറുകയായിരുന്നു. നമ്മുടെ ഇടവകയിൽ ഈ പള്ളി പണിയാൻ നേരത്ത് തന്നെ ഞങ്ങൾ ആദ്യമേ വന്ന് ഓലമടഞ്ഞ് ഞങ്ങൾ ഈ പള്ളി ഉണ്ടാക്കിയതാണ്. ഇന്നിപ്പോൾ പള്ളി പോരാൻ സാധിക്കില്ല. പിന്നെ സന്തോഷത്തോടു കൂടി ഇന്നിപ്പം ഈ വലിയ സന്തോഷം അനുഭവിക്കാൻ ഇന്ന് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ആ ഭാഗ്യത്തിന് വന്ന് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും കാണാനും ഞങ്ങൾക്ക് വളരെ കൊതിയുള്ള സമയമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് എല്ലാം കാണാൻ ഒത്തതുകൊണ്ട് സന്തോഷത്തോടു കൂടെ ഞങ്ങൾ ഇരിക്കുകയാണ്. ഇനി ഈ പള്ളിയിൽ
വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാനും കുർബാന കാണാനും കുർബാനയ്ക്ക് പങ്കുകൊള്ളാനുമായിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർ വന്ന് കൂടി ഇതിന് ഉണ്ടായത് നമ്മുടെ വികാരത്തിൻ്റെ സന്തോഷം മാത്രമാണ്. സന്തോഷത്തോടു കൂടി ഞങ്ങളിതെല്ലാം കണ്ടു കേട്ട് പോകാനായിട്ട് ഞങ്ങളെ ഇവിടെ വരുത്തിച്ചു. നമ്മുടെ വികാരത്തിൻ്റെ സന്തോഷവും നമ്മുടെ സന്തോഷവും എല്ലാം ഒന്നുപോലെ കണ്ടു കേട്ട് ഇന്ന് നമുക്ക് കിട്ടിയ ഭാഗ്യത്തിന് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുക.